കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവശബ്ദം വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവവചനത്തിൽ അത് കാണുന്നു. ഇടയനും ഇടയൻ്റെ ശബ്ദവും, ആടുകൾ എൻ്റെ ശബ്ദം എന്തു ചെയ്യും? കേൾക്കും. കർത്താവിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് വചനം ശ്രവിക്കുന്നതാണ് യഥാർത്ഥമായി ആടുകൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആടുകൾ വചനം ശ്രവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ എന്തു ചെയ്യുന്നു? വെളിപ്പെടും. വചനം ഏറ്റെടുക്കുമ്പോൾ വചനത്തിൽ കാണുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവും ആകുന്നു. വചനമാണ് നിത്യജീവൻ. നിങ്ങൾക്ക് ആവശ്യമായ നിത്യജീവൻ എന്ന് പറയുന്നത് വചനമാണ്. വചനം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നിത്യജീവനെ നമ്മൾ ഉൾക്കൊള്ളും. വചനം എന്തുകൂടിയാണ്? ആത്മാവ് കൂടിയാണ്. വചനം ജീവനും വചനം ആത്മാവുമാണ്. വചനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ നിവൃത്തിയാണ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച അനുസരണത്തിൻ്റെ ആത്മാവ്. ഗ്ലോറി ടു ഗോഡ്. ആ പരിശുദ്ധാത്മാവ് നമുക്കുള്ള നിത്യജീവൻ. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവവചനം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ആ വചനം നമ്മൾ ശ്രവിപ്പാൻ നമ്മുടെ ചെവികൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂർപ്പിക്കുകയാണ്. ആത്മാവ് ദൈവസഭയോട് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ചെവി പലർക്കും കൊടുക്കുവാൻ താല്പര്യം ഇല്ല. ദൈവാത്മാവ് സംസാരിക്കുന്നത് എന്തെന്ന് അറിയേണ്ടുന്നതിന് ചെവി എന്ത് ചെയ്യണം? കൊടുക്കണം. ചെവിയുള്ളവർ കേൾക്കട്ടെ. ആ കേൾക്കാനുള്ള ചെവി ഇല്ലാത്ത പക്ഷം ദൈവാത്മാവ് സംസാരിക്കുന്നത് എന്താണെന്ന് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ കഴിയില്ല. എങ്ങനെയാണ് ചെവി തുറക്കപ്പെടുന്നതെന്നും വചനം വ്യക്തമായി പറയുന്നുണ്ട്. വിശ്വാസം കേൾവിയാൽ. അപ്പോൾ കേൾവിയാലാണ് വിശ്വാസം ഉണ്ടാകുന്നത്. എന്നാൽ കേൾവി എങ്ങനെ ഉണ്ടാകും? കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ. വചനം കേൾക്കുമ്പോൾ കേൾവി ഉണ്ടാകുന്നു. അങ്ങനെ കേൾവി ലഭിച്ചവർ ഇടയൻ്റെ ശബ്ദം എന്തു ചെയ്യും? കേൾക്കും. ആടുകൾ ഇടയൻ്റെ ശബ്ദം എന്തു ചെയ്യും? കേൾക്കും. ഇടയൻ ഒരു ശബ്ദമാണുള്ളത്, വചനമെന്ന ശബ്ദം. ആത്മാവിനൊരു ശബ്ദമാണുള്ളത്, വചനമെന്ന ശബ്ദം. ആത്മാവ് സഭകളോട് സംസാരിക്കുമ്പോൾ ചെവിയുള്ളവൻ അതെന്ത് ചെയ്യട്ടെ? അനുസരിക്കട്ടെ, കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ചെവി കൊടുക്കേണ്ടുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ലോകത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങൾക്കും മറ്റു ബഹുവിധമായ രീതികളിൽ നിന്ന് നമുക്ക് ലോകത്തെ അറിയാനും മനസ്സിലാക്കാനും ജീവിക്കാനും ഒക്കെ എന്ത് ചെയ്യും? കഴിയും. ഭക്ഷണം കഴിക്കാനും ഒക്കെ നമുക്ക് വായെന്തുണ്ട്? ഉണ്ട്. കാര്യങ്ങൾ കാണുവാൻ കണ്ണുണ്ട്, അല്ലേ? മണം അനുഭവിപ്പാൻ മൂക്കുണ്ട്, ശബ്ദങ്ങൾ കേൾക്കുവാൻ ചെവിയുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ നഗ്ന നേത്രങ്ങൾക്ക് പ്രയോജനം ഇല്ല, മൂക്കിന് പ്രയോജനമില്ല, വായ്ക്ക് പ്രയോജനമില്ല, 5 ഇന്ദ്രിയങ്ങൾക്ക് പ്രയോജനമില്ല. എന്നാൽ ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം പ്രവേശിക്കുവാൻ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അവയവമാണ് ചെവി. ഹല്ലേലൂയ. മാത്രമല്ല, ദൈവം തൻ്റെ ആത്മാവിനാൽ ദൈവസഭയിൽ സംസാരിക്കുന്നത് അഭിഷേകത്തിലൂടെ, ദൈവകൃപയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിലൂടെ, ഒരു ശുശ്രൂഷകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അപ്പോൾ ദൈവമക്കളുടെ അധരങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? സംസാരിക്കുകയും കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുവാൻ തക്കവണ്ണം വിധേയത്വമുണ്ടെങ്കിൽ ഒരു സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദവും ഉണ്ടാകും, ആ സഭയിൽ ശ്രവണവും ഉണ്ടാകും.
അങ്ങനെ ചെവി തുറന്ന് ദൈവസന്നിധിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ വർധനം എന്ത് ചെയ്യും? ഉണ്ടാവുകയും ആ വർധനവിലൂടെ വചനം എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ പ്രാപിക്കുന്ന വചനത്തിൽ നിങ്ങൾക്കുള്ള നിത്യജീവൻ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം. അപ്പോൾ സംസാരിക്കുന്നത് ആര് സംസാരിക്കണം? കർത്താവ് സംസാരിക്കണം. കർത്താവ് എന്തിലൂടെ മാത്രമേ സംസാരിക്കത്തുള്ളൂ? വചനത്തിലൂടെ മാത്രമേ സംസാരിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എന്തിലൂടെ മാത്രമേ സംസാരിക്കത്തുള്ളൂ? വചനത്തിലൂടെ മാത്രമേ സംസാരിക്കുള്ളൂ. വചനത്തിലൂടെ സംസാരിക്കുന്നത് കേൾക്കുവാൻ, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരും. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുന്നത് നിത്യജീവൻ. ജീവനും ആത്മാവും വചന കേൾവിയിലൂടെ സംഭവിക്കുന്നു. അപ്പോൾ എത്രത്തോളം ദൈവസന്നിധിയിൽ വചനം കേൾക്കേണ്ടുന്നതിന് നമ്മുടെ കാതുകൾ പരിശുദ്ധാത്മാവിനാൽ വചനത്താൽ ഉണർത്തപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. ലോകത്തിൽ ഒരുപാട് ശബ്ദങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ചെവി മലിനമായപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തും. ഗ്ലോറി ടു തന്നെ വെളിപ്പെടുത്തും. ഗ്ലോറി ടു ഗോഡ്. നമുക്കാവശ്യമായ നിത്യജീവനെ വെളിപ്പെടുത്തും. അപ്പോൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, എനിക്ക് അവിടത്തെ എന്ത് ചെയ്യണം? അറിയണം, അനുഭവിക്കണം. നിത്യജീവൻ എനിക്ക് എന്ത് ചെയ്യണം? സ്വന്തമാക്കണം. അതിനുള്ള ഒരു വഴിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ജീവന്റെ മൊഴികൾ നിന്റെ കയ്യിലല്ലോ. ആ ജീവന്റെ മൊഴികൾ ഞങ്ങളോട് എന്ത് ചെയ്യണമേ? സംസാരിക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ ജ്ഞാനികളാകുവിനെന്ന് വചനം എന്ത് ചെയ്യുന്നു? ഓർപ്പിക്കുന്നു. തിന്മയ്ക്ക് ശിശുക്കളാകുവിൻ, ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്നതിൽ ജ്ഞാനികളാകുവിൻ. വചനം ഗ്രഹിക്കുന്നതാണ് ജ്ഞാനം. ദൈവവചനത്തിലാണ് ദൈവജ്ഞാനം ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ നമ്മൾ ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വചനത്തിലൂടെ അല്ലാതെ ദൈവത്തിന് മനുഷ്യനോടുള്ള കമ്മ്യൂണിക്കേഷൻ അറിയാൻ സാധ്യമല്ല. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിലൂടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും. എന്നാൽ ദൈവത്തെ അറിയണത് ദൈവവചനത്തിലൂടെ. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ, മനസ്സിനെ കുരുടാക്കി വച്ചിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? കുരുടാക്കി കളയും. ആ ദൈവവചനത്തിൻ്റെ മഹത്വം കാണുവാനോ ദൈവാത്മാവിൻ്റെ സംസാരം വചനത്തിലൂടെ ശ്രവിപ്പാനോ കഴിയാതെ വണ്ണം ഹൃദയങ്ങൾ എന്ത് ചെയ്യുന്നു? അടച്ചു കളയുന്നു. എന്നാലോ ഇരുളിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ആ പ്രകാശം, നിന്നിലുള്ള വെളിച്ചം ഇരുളായി പോകാതിരിപ്പാൻ നീ സൂക്ഷിക്കണം. വിളക്കിൽ എണ്ണ കുറഞ്ഞു പോകാതെ വണ്ണം നീ സൂക്ഷിക്കണം. ഈ അന്ധകാരമുള്ള ലോകം നിന്റെ വിശ്വാസത്തെ മൂടിക്കളയാതെ വണ്ണം നിന്നിലുള്ള വെളിച്ചം അധികമായി ശോഭിക്കുവാൻ നിന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തിക്കൊണ്ടും ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുക്കുമ്പോൾ ആ എണ്ണ അഭിഷേകം നമ്മിലേക്ക് എന്ത് ചെയ്യാണ്? ധാരാളമായിട്ട് വർദ്ധിച്ചു വരികയും ആ ദൈവികമായ തീ, അതിൻ്റെ ജ്വലനം, അതിൻ്റെ പ്രകാശം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആ നിറവിൻ്റെ അനുഭവം നമ്മിലേക്ക് പകരുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിൽ എന്ത് ചെയ്യുവിൻ? താണിരിപ്പിൻ. താഴ്ന്നിരിക്കുന്നവർക്കോ ദൈവം അധികം കൃപ നൽകുന്നു. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. കർത്താവിന് നമ്മളോടുള്ള കൃപയുടെ അടയാളം അളവ് കൂടാതെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നു എന്നുള്ളതാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവസന്നിധിയിൽ നമ്മൾ താണിരിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടും.
ഹല്ലേലൂയ. ആരംഭം എന്ന് പറയുന്നത് ഒരുപക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാകണമെന്നില്ല. വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭമോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തെ ഒരുപാട് പ്രതിസന്ധികളും പോരാട്ടങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? അനുഭവിച്ചിരുന്നു. ജഡികമായതും പാപപങ്കുലമായ അനുഭവങ്ങളും ഒക്കെ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം പൈശാചിക മണ്ഡലം എന്ത് ചെയ്യും? ശ്രമിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ വന്ന് മുൻപിലേക്ക് വരുമ്പോഴും വ്യത്യസ്തമായ പോരാട്ടങ്ങളും ശാരീരികമായ രോഗാവസ്ഥകളോ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ ഒക്കെ എന്ത് ചെയ്യും? ഉണ്ടാകും. അത് ഈ ലോകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണെങ്കിലും ലോകത്തിൽ നിന്നുള്ള പലവിധമായ കഷ്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം വിളിച്ച തൻ്റെ മക്കളുടെ അവസാനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായി വചനത്തിൽ നമ്മൾ കാണുന്നു. ആരംഭം ഒരു പ്രതിസന്ധിയാണേലും അവസാനം ഏറ്റവും അതിമഹത്തായ ഒരു അനുഭവമാണെന്ന് ദൈവവചനത്തിൽ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ലോകത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ആരംഭം ഏറ്റവും മഹത്വപൂർണമായിട്ട് ആരംഭിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആരംഭം പലവിധമായ പോരാട്ടങ്ങളും ബുദ്ധിമുട്ടുകളും പരിശോധനകളും പരീക്ഷകളും പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ഉണ്ടാകും. എന്നാൽ അതിലൂടെ ദൈവത്തോടു കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്നതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ആത്മീയ ജയങ്ങളിലൂടെ പോരാട്ടങ്ങളിൽ അതിജീവിപ്പാനുള്ള ആത്മീയ ശക്തിയിലൂടെ ദൈവം തരുന്ന വചനജ്ഞാനത്തിലൂടെ വെളിപ്പാടുകളിലൂടെ കാലങ്ങൾ കഴിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിലൂടെ ആ ആരംഭത്തിലുള്ള അനുഭവത്തെക്കാൾ, ആരംഭത്തിലുള്ള സ്നേഹത്തെക്കാൾ, ആരംഭത്തിലുള്ള വിശ്വാസത്തെക്കാൾ നമ്മൾ നാൾക്കുനാൾ മുന്നിലോട്ട് പോകുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കും ദൈവത്തിങ്കിലെ വിശ്വാസത്തിലേക്കും ദൈവത്തിലെ പ്രത്യാശയിലേക്കും നമ്മൾ വളർന്നു വരും. ഗ്ലോറി ടു ഗോഡ്. ആരംഭത്തേക്കാൾ അവസാനം ശ്രേഷ്ഠമാവുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ അന്തിമമായി മരണത്താൽ മാറ്റപ്പെടുമ്പോൾ നമ്മുടെ അവസാനം ശ്രേഷ്ഠം ആവുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുക എന്നുള്ളത്. ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം നമ്മെ സൃഷ്ടിച്ച, നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ തന്നോടുകൂടെ ചേർക്കപ്പെടുന്ന അനുഭവമാണ് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പദവി. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം തേജസ്സിൽ എടുക്കപ്പെടും. നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം എന്നുള്ള കാര്യം നമ്മെക്കാൾ എത്രയോ അധികം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ദൈവം തന്നോടുകൂടെ തേജസ്കരിച്ചെടുക്കപ്പെടണമെന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. മധ്യാകാശത്തിലെ കർത്താവിൻ്റെ വരവിൽ പുനരുദ്ധാനം പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുവേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നാം അത് പ്രാപിക്കും. കാരണം അന്ത്യസ്ഥിതി അതിമഹത്തായി തീരുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തൻ്റെ നാളിൽ അത് തികയ്ക്കും. നമ്മളിൽ രക്ഷയുടെ പ്രവൃത്തി ആരംഭിച്ച ദൈവം, നീതീകരണത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ച ദൈവം, ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ച ദൈവം തൻ്റെ നാളിൽ, തൻ്റെ നാളെന്ന് പറയുന്നത് മധ്യാകാശത്തിലെ വരവാണ്. കർത്താവിൻ്റെ നാളിൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം മധ്യാകാശത്തിൽ സംഭവിക്കും. നീതീകരണത്തിൻ്റെ പൂർത്തീകരണം മധ്യാകാശത്തിൽ സംഭവിക്കും. വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണം മധ്യാകാശത്തിൽ സംഭവിക്കും. രക്ഷിക്കപ്പെട്ട അന്നു മുതൽ ജീവിതത്തിൽ നേരിട്ട സകല വിഷയങ്ങളെയും ആരംഭത്തെക്കാൾ അവസാനം ശ്രേഷ്ഠം.
ദൈവമില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആരംഭമാണ് അവൻ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മഹത്വത്തെ ധാരാളം വെളിപ്പെടുത്തുവാൻ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. നമ്മൾ കർത്താവിനെ സന്ധിച്ച സമയം, ആ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആരംഭമൊന്നും ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങളല്ല. എന്നാൽ കാലം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആരംഭത്തെക്കാൾ ഇന്ന് നമുക്ക് ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയും, കർത്താവിനോട് കൂടെ ചേർന്ന് നടന്നതിലൂടെയുള്ള ദൈവികമായ വിടുതൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവികമായ മഹത്വം എന്നിത്യാദി കാര്യങ്ങൾ അറിയുവാൻ തക്കവണ്ണം, ആ വെളിപ്പാടുകൾ നമുക്ക് അറിയുവാൻ തക്കവണ്ണം, വചനത്തിലെ ജ്ഞാനം നമുക്ക് അറിയുവാൻ തക്കവണ്ണം, നമ്മുടെ പ്രത്യാശയുടെ നായകൻ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നാമും കർത്താവിനോടുകൂടെ ചേർക്കപ്പെടും. നാമും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ നാമും പുനരുദ്ധാനം പ്രാപിക്കുമെന്നുള്ള അന്തിമമായ മഹത്വത്തെ നമുക്ക് നേരത്തെ കാണുവാൻ എന്ത് ചെയ്യും, കഴിയണം. അതാണ് ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ അന്ത്യസ്ഥിതിയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ അന്ത്യസ്ഥിതിയാണ് മഹത്വം. ലോകത്തിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മഹത്വമെല്ലാം അവൻ ജീവിച്ചിരിക്കുമ്പോഴും, ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിത്യതയിൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്ന മഹത്വത്തെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് നോക്കുമ്പോൾ ധനവാൻ എന്നുള്ള ഒരു അനുഭവത്തിൽ ഇരുന്നൊരു മനുഷ്യനും ലാസർ എന്ന് പറഞ്ഞ ഒരു ദാരിദ്ര്യാവസ്ഥയിലിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചും എന്ത് ചെയ്യുന്നു, പറയുന്നു. അവൻ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി ധനവാന്റെ പടിപ്പുരയിൽ കിടന്ന് അവൻ്റെ ഭക്ഷണത്തെ എന്തെങ്കിലും മിച്ചം കിട്ടിയാൽ അത് ഭക്ഷിക്കാമെന്ന് ആഗ്രഹിക്കുകയും അവൻ വ്രണം നിറഞ്ഞവനായി വഴി പോകുന്ന പട്ടികൾ പോലും അവൻ്റെ വ്രണത്തെ നക്കിക്കൊണ്ട് ഹല്ലേലൂയ അവൻ അങ്ങനെ വഴിയിൽ കിടന്ന് അവൻ ദൈവത്തെ വിളിക്കുകയും ദൈവസന്നിധിയിൽ അവൻ ചേർക്കപ്പെടുന്നു. അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ എന്ത് ചെയ്യുന്നു, ആയിരിക്കുകയും ചെയ്യുന്നു. എന്നാലോ ധനവാനായിട്ടിരിക്കുന്ന മനുഷ്യൻ അവൻ ഈ ലോകത്തിൻ്റെ എല്ലാ മഹിമയും അവൻ എന്ത് ചെയ്തു, അനുഭവിച്ചിട്ട് ദൈവമില്ലാതെ എന്ത് ചെയ്തു, അവൻ ജീവിച്ചിട്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവൻ പാതാളത്തിൻ്റെ യാതനയിലേക്ക് അവൻ എന്ത് ചെയ്യുന്നു, മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഈ ലോകത്തിൻ്റെ മഹിമയിൽ ജീവിക്കുന്നവരുടെ അന്ത്യസ്ഥിതി എന്തായി മാറി? ഏറ്റവും ദോഷമുള്ള, ഏറ്റവും പരിതാപകരമായ പാതാള യാതനയുടെ അനുഭവത്തിലേക്ക് അവൻ എന്ത് ചെയ്യുന്നു, മാറ്റപ്പെടുമ്പോൾ ലാസറിന്റെ അന്ത്യസ്ഥിതി എന്തായിരുന്നു? ഏറ്റവും മഹത്വപൂർണമായി പർദീസയുടെ അനുഭവത്തിൽ തനിക്ക് എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. ഇത് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഏതൊരു വൈഷമ്യത്തിലും ഞങ്ങൾ പതറിപ്പോകാതെ, ലാസറിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ അവൻ്റെ ശരീരം മുഴുവനും വ്രണം നിറഞ്ഞവനായിരുന്നിട്ടും അവൻ ദൈവത്തെ തള്ളിപ്പറയാതെ, ആ കഷ്ടങ്ങളിൽ ദൈവത്തെ നിന്ദിക്കാതെ അവൻ ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് അവൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നേരിടുന്ന എന്ത് വിഷയത്തിലും പതറിപ്പോകാതെ ആരംഭത്തേക്കാൾ അവസാനത്തെ ശ്രേഷ്ഠമാക്കുന്ന ദൈവസന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ വരുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ ഇങ്ങനെ വായിക്കുന്നു: നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായതായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. അതിൽ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ അന്ത്യസ്ഥിതിയാണ് അതിമഹത്തായ അനുഭവം. ഗ്ലോറി ടു ഗോഡ്. ഈ ലോകത്തിൽ നിന്നൊരു വ്യക്തി മാറ്റപ്പെടുമ്പോൾ, ദൈവമില്ലാത്തവൻ മാറ്റപ്പെടുമ്പോൾ, അവനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ധനവാനായ മനുഷ്യൻ, ദൈവമില്ലാത്തവനായ മനുഷ്യൻ, ലോകത്തിലെല്ലാ സുഖസൗകര്യങ്ങളിലും ജീവിച്ച മനുഷ്യൻ പാതാളത്തിലേക്ക് മാറ്റപ്പെടുന്നു. ലാസറോ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുന്നു. അവൻ്റെ അന്ത്യസ്ഥിതി ദൈവസന്നിധിയിലായിരുന്നു. നമ്മളും അപ്രകാരം നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ വചനത്തിൽ കാണുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക്
വിലയേറിയത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ സന്നിധിയിൽ ലാസർ എത്തിച്ചേരുമ്പോൾ, അവന്റെ ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടപ്പോൾ, യഹോവയായ ദൈവത്തിന് വിലയേറിയവനായിരുന്നു ലാസർ. ഗ്ലോറി ടു ഗോഡ്. അതുപോലെ ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ അത് എന്നേക്കുമായി ചേർക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലെ മഹത്വം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാപിക്കുകയാണ്. ആരംഭത്തെക്കാൾ അവസാനം. ഗ്ലോറി ടു ഗോഡ്. ഓരോ ദിവസം കഴിയും തോറും വിശ്വാസ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിൻ്റെ മഹത്വം എന്ത് ചെയ്യണം? കുറയുകയല്ല വേണ്ടത്, വർദ്ധിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിൽ കഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ പോരാട്ടങ്ങളോ വന്നാലും, ഹല്ലേലൂയ, ശാരീരികമായ ക്ലേശങ്ങളോ പരീക്ഷകളോ പരിശോധനകളോ എന്ത് തന്നെ ജീവിതത്തിൽ വന്നാലും ഓരോ ദിവസം കഴിയും തോറും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിൻ്റെ ആ തേജസ്സിന്മേൽ തേജസ് നമ്മുടെ ആത്മമണ്ഡലത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ശരീരം മരണത്താൽ മാറ്റപ്പെടുമെങ്കിലും ആത്മാവോ നീതി നിമിത്തം നിത്യജീവനിൽ കടക്കും. നിങ്ങളുടെ ആരംഭത്തേക്കാൾ അവസാനം നിങ്ങളുടെ അന്ത്യസ്ഥിതി അതിമഹത്തായി തീരും. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, ഹല്ലേലൂയ, ഈ ആയുസ്, ഗ്ലോറി ടു ഗോഡ്, നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ 70-80 വർഷം എന്ന് പറയുന്നത് നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ നൊടി നേരത്തേക്കുള്ളതെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. ആ നൊടി നേരത്തേക്കുള്ള കഷ്ടം അതിനെ സൂചിപ്പിക്കുന്നത് എന്തുമായിട്ടാണ്? ലഘുവായ കാര്യം എന്നാണ്. ഗ്ലോറി ടു ഗോഡ്. ലഘുവായ കഷ്ടം എന്നാണ്. ഗ്ലോറി ടു ഗോഡ്. അത് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞു പോകുന്നു. എന്നാൽ അത് അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ആത്മമണ്ഡലത്തിലെ പൈശാചിക പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ദേഹീതലത്തിൽ നമുക്കുണ്ടാകുന്ന മനസ്സിലെയും വിചാരങ്ങളിലെയും വികാരങ്ങളിലെയും ഇച്ഛാശക്തിയിലെയും ഉണ്ടാകുന്ന വിഷയങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന രോഗത്തിൻ്റെ വിഷയങ്ങൾ, മറ്റ് ഭൗമികമായ ജീവിത ആവശ്യങ്ങളിൽ നമ്മൾ നേരിടുന്നതായിട്ടുള്ള ബഹുവിധമായ കഷ്ടങ്ങൾ, ഈ കഷ്ടങ്ങളിൽ എല്ലാം തന്നെ നിത്യ തേജസ് പ്രാപിപ്പാൻ തക്കവണ്ണം കാരണമായി തീരുന്നതെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഏതൊരു കഷ്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് ലഘുവാണെന്നും നിത്യതയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇത് അല്പമായിട്ടുള്ള കാര്യമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ കഷ്ടങ്ങളൊന്നും തന്നെ നമ്മെ തകർത്ത് കളയുവാനുള്ളതല്ല, തേജസ്സിൻ്റെ നിത്യഘനം നമ്മൾ ചൂടുവാനുള്ളതാണ് നമ്മൾ ഇന്ന് നേരിടുന്നതായിട്ടുള്ള സകല വിഷയങ്ങൾ എന്ന് ദൈവവചനത്തിലൂടെ ആ വെളിച്ചം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അപ്പോൾ ആ തേജസ്സിൻ്റെ നിത്യഘനം നമ്മുടെ മേൽ വരിക എന്ന് പറഞ്ഞാൽ നാം രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നതാണ്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലോ നാം പുനരുദ്ധാനം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നതാണ് തേജസ്സിൻ്റെ നിത്യഘനം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകല വിഷയങ്ങളും നമ്മെ തേജസ്കരണത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകല കാര്യങ്ങളും സകലവും നന്മയ്ക്കായി തീർക്കുന്നു. എന്താണ്? അല്ലെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി തീർക്കുന്നു എന്ന് പറയാം. തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്ന നന്മ, തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് തേജസ്കരിക്കപ്പെടുന്ന നന്മ, ദൈവം കർത്താവ് തൻ്റെ മഹത്വത്തിൽ മധ്യാകാശത്തിൽ വരുമ്പോൾ പുനരുദ്ധാനം പ്രാപിക്കുന്ന മഹിമ. അപ്പോൾ ആ മഹിമ പ്രാപിക്കുവാനാണ് ജീവിതത്തിലെ നമ്മൾക്ക് വന്നു ഭവിക്കുന്ന സകല കഷ്ടങ്ങളും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. കഷ്ടങ്ങളിൽ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുവിൻ? സന്തോഷിപ്പിൻ. ഇത് അല്പമായിട്ടുള്ളതാണ്. അതാണ് നിങ്ങളുടെ പൂർവ്വകാലം അല്പമായി തോന്നും, നിങ്ങളുടെ അന്ത്യസ്ഥിതിയോ അതിമഹത്തായി തീരും. ഇവിടെ ദൈവത്തെ എന്ത് ചെയ്യണമെന്നാണ് ആദ്യം സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബോധ്യം തരുന്നത്? നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും. ആദ്യത്തെ കാര്യം തന്നെ അതാണ്. ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണം? ശ്രദ്ധയോടെ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ എന്ത് കാര്യങ്ങൾ മനുഷ്യൻ അന്വേഷിക്കുമ്പോഴും
അവന് വളരെ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യും? അവൻ അന്വേഷിക്കും. ഇല്ലാത്ത പക്ഷം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവൻ എന്ത് ചെയ്യും? നേരിടും. ഒരു വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി വേണം വാഹനം എന്ത് ചെയ്യാൻ, ഓടിക്കാൻ. ശ്രദ്ധയില്ലാതെ വാഹനം ഓടിച്ചാൽ എന്ത് ചെയ്യും? ആക്സിഡൻ്റ് ആവും. ജീവൻ മരണ പരിപാടിയാണെന്ത്? റോഡിൽ വാഹനം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളെല്ലാം കൂടെ വളരെ വലിയൊരു ട്രാഫിക്കായിട്ട് ഇടക്കുന്നതിൻ്റെ ഇടയിലൂടെ നമ്മളുടെ ജീവിതം എന്ത് ചെയ്യാണ്? നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യാം. അപ്പോൾ ഇതൊന്നും തട്ടാതെ മുട്ടാതെ യാത്ര ചെയ്യണമെങ്കിൽ എത്രത്തോളം എന്ത് ചെയ്യണം? ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ആരംഭത്തേക്കാൾ അവസാനം നന്നായിട്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ യാത്ര തുടങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, യാത്ര പൂർത്തീകരിക്കുന്നത് മധ്യാകാശത്തിലാണ്. യാത്ര പൂർത്തീകരിക്കണമെങ്കിൽ, ഇതിനിടയിൽ അപകടം വരാതിരിക്കണമെങ്കിൽ, ഈ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ ഇങ്ങോട്ട് വന്ന് ഇടിച്ച് നശിപ്പിക്കാതിരിക്കണമെങ്കിൽ, ഒരു അപകടം നടന്ന എല്ലാ വിശ്വാസ ജീവിതം തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിന്റെ പൂർവ്വസ്ഥിതി മുൻപിലത്തെ കാര്യം അല്പമായി തോന്നുകയും നിന്റെ അവസാനത്തെ സ്ഥിതി ഏറ്റവും ശ്രേഷ്ഠമായി കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വചനം വളരെ വ്യക്തമായി കാണിക്കുന്നു, ശ്രദ്ധ. ഇത് സാത്താന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നീ നിത്യജീവനിൽ എത്താതിരിക്കുവാൻ, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായി തീരാതിരിപ്പാൻ തക്കവണ്ണം നിന്റെ ശ്രദ്ധയെ എന്ത് ചെയ്യും? തെറ്റിച്ചു കളയും. ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷനുമായി നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ മണവാട്ടി സഭയെ കൂടി ചതിച്ചു കളയുമോ എന്നുള്ള രീതിയിൽ വിശുദ്ധനായ പൗലോസ് ഭാരപ്പെടുന്നു. ദൈവസഭ അലർട്ടായിട്ടിരിക്കണം. നിങ്ങൾ നിർമ്മതരായിരിക്കണം. സകലത്തിൻ്റെയും അവസാനം വന്നെത്തിയിരിക്കുകയാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കണമെന്ന് വചനം ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ നിർമ്മതരായിരിക്കുമെന്ന് വചനം പറയുന്നു. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നു? പറയുന്നു. കാരണം ഈ യാത്രാ മധ്യത്തിൽ ഈ പറയുന്നത് പോലെ, ഈ ട്രാഫിക് എന്ന് പറഞ്ഞതുപോലെ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളും നിന്റെ ആത്മാവിൻ്റെ ജീവിതയാത്ര, സിയോനിലേക്കുള്ള യാത്രയെ തകർത്ത് കളയുവാൻ, അപകടത്തിൽപ്പെടുത്തി നശിപ്പിച്ച് കളയുവാൻ പിശാച് എന്ത് ചെയ്യുന്നു? പദ്ധതിയിടുമ്പോൾ നിന്റെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ഏറ്റവും ശ്രദ്ധയുള്ളതായി കരുതുന്നുണ്ടെങ്കിൽ, ഇവിടെ വചനം അവിടെ ഓർപ്പിക്കുന്നു, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, നിന്റെ ആരംഭത്തേക്കാൾ അവസാന സ്ഥിതി ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള എല്ലാ മഹിമയും കൊണ്ട് ദൈവം നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായി തീർക്കുമെന്നുള്ളതല്ല. ഗ്ലോറി ടു ഗോഡ്. നിത്യതയിൽ ചേർക്കപ്പെടുന്നതാണ്, തേജസ്കരിക്കപ്പെടുന്നതും പുനരുദ്ധാനം പ്രാപിക്കുന്നതുമാണ് അന്ത്യസ്ഥിതി അതിമഹത്തായി തീരുക എന്ന് പറയുന്നത്. അത് കർത്താവിൻ്റെ മധ്യാകാശത്തിലെ പ്രത്യക്ഷതയിലാണ് അതെന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. ആ അന്ത്യസ്ഥിതി അതിമഹത്തായി തീരണമെങ്കിൽ ഇവിടെ പറയും, നീ ദൈവത്തെ ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ ശ്രദ്ധയോടുകൂടി അന്വേഷിക്കണം. സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, രണ്ടാമത് പറഞ്ഞത്, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ഗ്ലോറി ടു ഗോഡ്. ആരുണർന്നു വരും? ദൈവം ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ ക്രമപ്പെടാത്തത് കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉണർവ് നമ്മുടെ ആത്മമണ്ഡലത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാകുന്നില്ല. അതാണ് വിഷയം. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ക്രമപ്പെടുമ്പോൾ, നമ്മൾ ശ്രദ്ധയോടുകൂടി ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ഹൃദയപൂർവ്വം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുമ്പോൾ, ആത്മാവ് സഭയോട് പറയുന്നത് ചെവി കൊടുത്ത് കേൾക്കുമ്പോൾ, ജീവന്റെ വചനം ഏറ്റെടുക്കുമ്പോൾ, നിന്റെ ഉള്ളത്തിൽ ജീവനുള്ള ദൈവം, അവൻ്റെ ശബ്ദം, ആ സാന്നിധ്യം, ആ വെളിപ്പെടൽ, ആ പരിജ്ഞാനം നിന്റെ ആത്മമണ്ഡലത്തിൽ ദൈവം ഉണർന്നു വരുന്ന. ഗ്ലോറി ടു ഗോഡ്. ഉറങ്ങിയത് ദൈവമല്ല, നീയാണ് ഉറങ്ങിയത്. എന്നാൽ നീ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ദൈവം, ആത്മാവാം ദൈവം, വചനമായ ദൈവം നിന്റെ ഉള്ളത്തിൽ ഉണർന്നു വരും.
ദൈവം നിന്റെ ഹൃദയത്തിൽ സംസാരിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ ആലോചനകൾ നീ അറിയാൻ തുടങ്ങും. അവൻ്റെ വെളിപ്പാടുകൾ അറിയാൻ തുടങ്ങും. വചനത്തിലെ വ്യാഖ്യാനം നിന്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യും? പകർന്നു നൽകും. ഇന്ന് ദൈവമില്ലാത്ത മനുഷ്യൻ അവൻ്റെ ആത്മമണ്ഡലം ഉറങ്ങിയും ചത്തുമിരിക്കുന്ന അനുഭവമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാണ്. ദേഹി മരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവനുമായിട്ട് ബന്ധം പുലർത്താൻ കഴിയാതെ വണ്ണം ദേഹി എന്ത് ചെയ്യും? ചത്തുപോയ അനുഭവം എന്ത് ചെയ്യും? ഉണ്ടാകും. ആത്മാവ് ചത്തുപോകുമോ? ഇല്ല. ദേഹി, പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കുന്നു എന്നല്ല. ആത്മാവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് രണ്ടാം മരണം എന്നാണ്. ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി കൈവിടപ്പെട്ടു പോയി നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. എന്നാൽ പാപം ചെയ്യുന്ന ശരീരം എന്ത് ചെയ്യുന്നില്ല? ഉടനെ മരിക്കുന്നില്ല. പക്ഷെ പാപം ചെയ്യുന്ന ദേഹി സ്പോട്ടിൽ എന്ത് ചെയ്യും? ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം മരിക്കും. അതാണ് പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കുന്നു എന്നല്ല, പാപം ചെയ്യുന്ന ശരീരം മരിക്കുന്നു എന്നുള്ളതല്ല, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദേഹിയിൽ ദൈവത്തിൻ്റെ ജീവനില്ലെങ്കിൽ അവൻ അധരം തുറന്നു കഴിഞ്ഞാൽ ദൈവാത്മാവിൻ്റെ ശബ്ദം വരില്ല. അവന് ധ്യാനിക്കാൻ അവൻ്റെ ഹൃദയം എന്ത് ചെയ്യത്തില്ല? ഒരുക്കമുണ്ടാകില്ല. ദൈവശബ്ദം കേൾക്കുവാൻ അവൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ആത്മാവിൻ്റെ ചിന്തയിൽ, അവൻ്റെ ചിന്താമണ്ഡലത്തിൽ എന്ത് ചെയ്യത്തില്ല? അവന് ദൈവത്തിൻ്റെ ചിന്ത അവൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർത്തപ്പെടുമ്പോൾ നാം ഇച്ഛിക്കുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നുള്ളതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അവൻ്റെ ദേഹീതലത്തിലെ അവൻ്റെ ഇച്ഛയെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കും. അവൻ്റെ വിചാരങ്ങളെ, അവൻ്റെ വികാരങ്ങളെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉണർവുണ്ടാവും. ആ ഉണർവുണ്ടാകുമ്പോൾ അവന് ദൈവത്തിൽ നിന്ന് ചിലത് കേൾക്കാൻ കഴിയും. ദൈവ സാന്നിധ്യം അവന് അനുഭവിച്ചറിയാൻ കഴിയും. അവന് ചിലത് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാട് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയും. അവനിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. വിശുദ്ധനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ മഹത്വം അവന് വെളിപ്പെടുത്തേണ്ടുന്നതിനെ അവൻ എന്നിൽ വെളിപ്പെട്ടു എന്ന് പൗലോസ് എന്ത് ചെയ്യുന്നു? പറയുന്നു. ദൈവം മനുഷ്യനിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നുവെന്നും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മക്കളുടെ ഇടയിലേക്ക് എന്ത് ചെയ്യും? വചനമായി ഇറങ്ങി വരും, പരിശുദ്ധാത്മാവായി ഇറങ്ങി വരും. അവൻ ഉണർന്നു വരും എന്നാണ് ഇവിടെ വചനം വായിക്കുന്നത്. നീ ശ്രദ്ധയോടുകൂടി ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ അപേക്ഷകൾ ദൈവസന്നിധി എന്തിനു വേണ്ടിയിട്ടുള്ള? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനുള്ള. ഹല്ലേലൂയ. നീ നിർമ്മലനും നീ നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ, നാളെ എന്നുള്ളതല്ല, ഇപ്പോൾ. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് മനുഷ്യർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അറിയുവാനോ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയുവാനോ അവൻ എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. പകരം എന്ത് ചെയ്യണം? ദൈവം പ്രവർത്തിക്കണം. എന്ത് ചെയ്യണം? അത്ഭുതം ചെയ്യണം. ദൈവത്തെ കൊണ്ട് പല അത്ഭുതങ്ങൾ ചെയ്ത് അവൻ അവൻ്റേതായിട്ടുള്ള ലോകപരമായിട്ടുള്ള നന്മകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ദൈവത്തെ എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. ദൈവം എന്തിനു വേണ്ടി തന്നിൽ ഉണർന്നു വരണം. ദൈവം കൈപ്പണിയായതിൽ എന്ത് ചെയ്യുന്നില്ല? ദൈവം അധിവസിക്കുന്നില്ല. ദൈവം നമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടായ്മയിൽ എന്ത് ചെയ്യണം? ആരാധനയിൽ എന്ത് ചെയ്യണം? വ്യക്തിപരമായി നമ്മിൽ എന്ത് ചെയ്യണം? ഉണർന്നു വരണം. നമ്മുടെ ശുശ്രൂഷകളിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ആ ഉണർവ് എന്ത് ചെയ്യണം? തരണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഉണർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. ഗ്ലോറി ടു ഗോഡ്. വാസസ്ഥലം, നമ്മൾ വസിക്കുന്ന ഇടം, ദൈവത്തിൻ്റെ ഭവനം. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ വസിക്കുന്നത് ദൈവത്തിൻ്റെ ഭവനത്തിൽ, ദൈവം വസിക്കുന്നതോ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവം വസിക്കുന്നത് എങ്ങനെയാണ്? ദൈവം യഥാസ്ഥാനത്താക്കിയിട്ടല്ലാതെ ദൈവം നമ്മിൽ എന്ത് ചെയ്യത്തില്ല? വസിക്കത്തില്ല. ദൈവം എവിടെ യഥാസ്ഥാനത്താക്കണം? മന്ദിരത്തെ യഥാസ്ഥാനത്താക്കണം. അപ്പോൾ മന്ദിരത്തെ നീതിയുള്ളതായി എന്ത് ചെയ്യണം? യഥാസ്ഥാനത്താക്കണം. അപ്പോൾ കർത്താവ് ഉണർന്നു വരണമെങ്കിൽ, വചനം ഉണർന്നു വരണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണർന്നു വരണമെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരം എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആദ്യം യഥാസ്ഥാനത്താകണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ ദൈവം എന്ത് ചെയ്യും? യഥാസ്ഥാനത്ത്. ഉണർന്നു വരുന്ന ദൈവം എന്ത് ചെയ്യുമെന്നാ പറഞ്ഞ്? നിന്റെ ജീവിതത്തെ ദൈവം എന്ത് ചെയ്യും? യഥാസ്ഥാനത്താക്കും. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും?
യഥാസ്ഥാനത്താക്കും. ദൈവത്തിന് അനിഷ്ടമായ സ്ഥലത്തിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ള സ്ഥലത്തിലേക്ക് ദൈവം എന്ത് ചെയ്യും? യഥാസ്ഥാനമാക്കും. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള സ്ഥലത്തിലാണെങ്കിൽ അവിടെ നിന്ന് ഞങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള സ്ഥലത്തിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യണമേ? യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കേണ്ടുന്നതിന് നിന്റെ ജീവനാൽ ഞങ്ങൾ എന്ത് ചെയ്യണമേ? വീണ്ടും ഒന്നുകൂടെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ നിന്നിലാണ് എന്ത് ചെയ്യേണ്ടിയത്? ആനന്ദിക്കേണ്ടിയത്. ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കേണ്ടുന്നതിന് നിന്റെ ജീവനാൽ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. ആനന്ദം, ദൈവസന്നിധിയിലെ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് ഒരൊറ്റ സോഴ്സാണ്. ദൈവത്തിൻ്റെ ജീവനിലൂടെ അല്ലാതെ ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ കഴിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ആനന്ദിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആത്മാവിലാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് ലഭിക്കുന്ന ജീവനിലൂടെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നത്. അതിനാണോ ഇന്ന് പലപ്പോഴും ദൈവസന്നിധിയിൽ ജനം വരുന്നത്? എന്തെങ്കിലുമൊക്കെ അവരുടെ വിഷയങ്ങൾക്ക് താൽക്കാലികമായ പരിഹാരങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഇവിടെ വചനം വായിക്കുന്നത് എന്താണ്? നീ ദൈവത്തെ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി അന്വേഷിക്കുകയും സർവശക്തനോട് നീ അപേക്ഷിക്കുകയും നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്നെ തന്നെ എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? യഥാസ്ഥാനത്താക്കിക്കൊണ്ട് തൻ്റെ വചനത്തെ വെളിപ്പെടുത്തുവാൻ, തൻ്റെ ആത്മാവിനാൽ തൻ്റെ വെളിപ്പാടുകളെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ഭക്തന്മാരെ, ശുശ്രൂഷക്കാരെ, തന്നിൽ വിശ്വസിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? തനിക്ക് വാസം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യും? യഥാസ്ഥാനത്താക്കുകയും അപ്പോൾ നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും. ഇന്ന് ഒത്തിരി ആൾക്കാർക്ക് അവരുടെ പഴയകാല ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും പോരാട്ടങ്ങളും പരിശോധനകളും പരീക്ഷകളും പരാജയങ്ങളും തകർച്ചകളും ഒക്കെ പഴയ കാലങ്ങൾ പറഞ്ഞ് ജീവിതത്തെ അങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ ഉണർന്നു വരുമ്പോൾ നിന്റെ പൂർവ്വകാലം നിനക്ക് അല്പമായി തോന്നും. അത് നിനക്ക് പറയാനൊന്നും കാണത്തില്ല. നിന്റെ പിന്നിലത്തെ കാര്യമോ അതിമഹത്തായ ദൈവത്തെക്കുറിച്ച് നിനക്ക് നിന്റെ ശേഷമുള്ള സമയം നിനക്ക് പറയാനുണ്ട്. നിനക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതിലൂടെയുള്ള കാര്യങ്ങൾ നിനക്ക് പറയാനുണ്ട്. അവൻ്റെ കൃപകൾ ദൈവം എനിക്ക് പകർന്നത് കൊണ്ട് അതിലൂടെയുള്ള ശുശ്രൂഷകൾ എന്ത് ചെയ്യാനുണ്ട്? വെളിപ്പെടുത്താനുണ്ട്. കൃപാവരങ്ങളെ തന്നതുകൊണ്ട് അതിലൂടെ ശുശ്രൂഷ എന്ത് ചെയ്യാനുണ്ട്? ചെയ്യുവാനുണ്ട്. മാത്രമല്ല, നാം നേരത്തെ ചിന്തിച്ചതുപോലെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴോ അന്ത്യസ്ഥിതി ദൈവസന്നിധിയിൽ എടുക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഭൂമിയിലെ വിശുദ്ധന്മാരോ യഹോവയ്ക്ക് ശ്രേഷ്ഠന്മാർ. ഈ ലോകത്തിൽ നമ്മൾ നിന്ദകളാലും പീഡകളാലും ഒക്കെയുള്ള കഷ്ടങ്ങൾ എന്ത് ചെയ്യും? അനുഭവിച്ചെന്നിരിക്കും. എന്നാലോ ദൈവസന്നിധിയിൽ നമ്മൾ ശ്രേഷ്ഠന്മാർ. ഹല്ലേലൂയ. പൂർവസ്ഥിതി അല്പമായി തോന്നും, അന്ത്യസ്ഥിതി അതിമഹത്തായി തീരും. അതുകൊണ്ട് നൊടിനേരത്തേക്കുള്ള ഈ കഷ്ടങ്ങൾ ലഘുവാണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിഞ്ഞ് അതൊക്കെയും തേജസ്സിൻ്റെ നിത്യഘനം ചൂടുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആരംഭത്തേക്കാൾ അവസാനം നല്ലത്. ചില കാര്യങ്ങളൊക്കെ അല്ലേ, തുടക്കം ഏറ്റവും മനോഹരമായിരിക്കും, പിന്നെ അതിൻ്റെ അവസാനം പരിതാപകരമായിരിക്കും. ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. എന്നാൽ ദൈവവചനത്തിൽ കാണുന്നത് ആരംഭം മൊത്തവും പ്രശ്നം, പക്ഷേ അവസാനമോ അതിശ്രേഷ്ഠമായതാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. തിരിച്ചാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കാണുന്നത് നേരെ തിരിച്ചാണ്. തുടക്കം എന്താ? ഏറ്റവും മഹത്വപൂർണമായ അല്ല തുടക്കം. ഹല്ലേലൂയ. എന്നാൽ നാൾക്ക് നാൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും വചനത്തിൻ്റെ നിറവും ദൈവവചനത്തിൻ്റെ വെളിച്ചവും ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ യാത്ര, അവനോട് കൂടെയുള്ള യാത്ര, സിയോനിലേക്കുള്ള യാത്ര, ആ യാത്ര അന്തിമമായിട്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായി മാറേണ്ടത്. അതിനാണോ ഇന്ന് വിശ്വാസികൾ ദൈവത്തെ അനുഗമിക്കുന്നത്? വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ വഴിയിൽ ഉപേക്ഷിക്കാത്തവൻ. ആ സിയോനിലേക്ക് ദൈവം നമ്മെ എന്ത് ചെയ്യും? കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. സഭാപ്രസംഗി 7-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനമാണ് പ്രധാനം. ഗ്ലോറി ടു ഗോഡ്. ആരംഭം
എങ്ങനെ വേണോ എന്ത് ചെയ്യാം, പ്രദർശിപ്പിക്കാം. പക്ഷേ കാലം കഴിയുമ്പോൾ ആണ് അതിൻ്റെ സത്യാവസ്ഥകൾ എന്ത് ചെയ്യുന്നത്, വെളിയിൽ വരുന്നത്. ഒരു ഭവനം ചമയ്ക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടോയെന്ന് എന്ത് ചെയ്യണം, നോക്കണം. അതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മീയ ജീവിതം മുൻപിലേക്ക് നയിക്കാൻ നമുക്ക് സമയമുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. വചനം വായിക്കാൻ സമയമുണ്ടോ, പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ, ആരാധനയ്ക്ക് സമയമുണ്ടോ? ഇപ്രകാരം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ പണിയുവാൻ തക്കവണ്ണം തുടക്കമിടുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിനനുസരിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം എന്ത് ചെയ്യും, വഴിയിലാകാതെ വണ്ണം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എന്ത് ചെയ്യും, മുൻപിലേക്ക് എത്തിച്ചേരും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലതാകണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ സമയം സമർപ്പിക്കുന്ന കാര്യം വളരെ പ്രാധാന്യമാണ്. വചനത്തെ ധ്യാനിക്കേണ്ടുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കേണ്ടുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടുന്നതിന് വേണ്ടി, പാറമേൽ അടിസ്ഥാനമുള്ള ഒരു അനുഭവത്തിൽ കെട്ടിടം പണിയപ്പെടേണ്ടുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആരംഭത്തേക്കാൾ അവസാനം നല്ലതായിരിക്കും. നിന്റെ പൂർവ്വസ്ഥിതി നിനക്ക് എന്തായി തോന്നും, അല്പമായി തോന്നും. ഗ്ലോറി ടു ഗോഡ്. ഒത്തിരി ആൾക്കാർക്ക് പഴയ കാര്യങ്ങളാണ് ഏറ്റവും വലിയത്. ആ കഥകൾ പറഞ്ഞ് നടക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോഴുള്ള കാര്യം പറയൂ, ഇപ്പോൾ നീ അനുഭവിക്കുന്ന ദൈവത്തെ പറയൂ. ഹല്ലേലൂയ, ഇപ്പോൾ ഇന്ന് നീ കേട്ട ദൈവശബ്ദം നീ പറയൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മപകർച്ച ലഭിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് പൂർവ്വകാലം വലിയ വിഷയമല്ല, അത് അല്പമായി തോന്നും. അവൻ്റെ ശിഷ്ടമായ സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും, അവൻ സമർപ്പിക്കും. ഗ്ലോറി ടു ഗോഡ്. സങ്കീർത്തനങ്ങൾ 78-ന്റെ 71-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കേണ്ടുന്നതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. ദാവീദിനെ കുറിച്ച്, ദാവീദിന്റെ ജീവിത ആരംഭത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ ദാവീദിന്റെ ജീവിതാരംഭം എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നും അല്ല. എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടന്നതാണ്. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ പോലും തൻ്റെ സഹോദരങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യാതൊരു വിധമായ ആ ക്വാളിറ്റിയും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ദാവീദ്. എന്നാൽ ദൈവം വ്യക്തമായിട്ട് ദാവീദിനെ തന്നെ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, അവൻ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നാണ്, തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന്, പുൽപ്പുറങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അപ്പോൾ ആരംഭം നല്ലതായിരുന്നോ ദാവീദിൻ്റെ ജീവിതം? ആയിരുന്നോ? അല്ല. പക്ഷെ പിന്നത്തേതിൽ ദൈവം തൻ്റെ ജനത്തെ മുഴുവനും സകലവിധമായ യുദ്ധങ്ങളിലും ദൈവം ദാവീദിനോട് കൂടെ ഇരുന്ന് ദേശത്തിന് ദൈവം എന്തു കൊടുത്തു, സ്വസ്ഥത വരുത്തി എന്നാണ് വചനം. ഏറ്റവും എളിമയുള്ള ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് കാൽച്ചുവടുകളെ വയ്പാൻ തക്കവണ്ണം ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഭവനത്തിൽ, ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ശത്രുവായ പിശാച് നടത്തുന്ന സകല പോരാട്ടങ്ങളിലും ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിലൂടെ സ്വസ്ഥത വരുത്തുവാൻ കഴിയും. ദാവീദിന്റെ ജീവിതത്തിലൂടെ ദൈവം അതെന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്തു, അവനെ വിളിക്കുന്ന വിളിയിൽ അവൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ സിയോനിൽ പെട്ടകത്തെ കൊണ്ടെത്തിച്ചത് ആരാണ്? ദാവീദാണ്. ഹല്ലേലൂയ. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് മോശ ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് എത്തിക്കുവാൻ എന്ത് ചെയ്യുന്നു, യാത്ര പുറപ്പെടുന്നു. എന്നാൽ കനാനിന്റെ ബോർഡർ വരെ മോശ എന്ത് ചെയ്തുള്ളൂ, എത്തിയുള്ളൂ. അതിനപ്പുറത്തേക്ക്, യോർദാൻ അപ്പുറത്തേക്ക്
വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകളെ വെച്ച് മുന്നേറുവാൻ തക്കവണ്ണം യോശുവയ്ക്കും കാലേബിനുമാണ് എന്ത് ചെയ്തത്? സാധിച്ചത്. എന്നാൽ വീണ്ടും ആ യാത്രകൾ മുമ്പിലോട്ട് പോകാതെ വന്നു. പെട്ടകം എന്ത് ചെയ്തു? ശത്രു സൈന്യം എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. എന്നാൽ ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ കൃപയും അഭിഷേകവും ഉണ്ടായി. 3 ആവർത്തിയുള്ള അഭിഷേകത്തെക്കുറിച്ച് വചനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ശക്തമായ ആത്മാഭിഷേകത്തെക്കുറിച്ച് ദാവീദിന്റെ മേൽ. ആ 3ാമത്തെ ആത്മാഭിഷേകം ഉണ്ടാകുന്നതിന് ശേഷമാണ് പെട്ടകത്തെ ദാവീദ് എന്ത് ചെയ്യുന്നത്? സിയോനിൽ എത്തിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ പുൽപ്പുറങ്ങളിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. തൻ്റെ ജനത്തിന് മുഴുവനുമുള്ള സകലവിധമായ യുദ്ധങ്ങളിൽ നിന്നും ദാവീദ് മുഖാന്തരം ദൈവം അവർക്ക് എന്ത് കൊടുത്തു? സ്വസ്ഥത വരുത്തിക്കൊണ്ട് തൻ്റെ പെട്ടകത്തെ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദാവീദിന് എന്ത് ചെയ്തു? ആ അനുഗ്രഹം എന്ത് ചെയ്തു? ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ എളിമപ്പെട്ട ഒരു അനുഭവത്തിൽ നിന്ന്, പുൽപ്പുറങ്ങളിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന്, തള്ളയാടുകളെ ശുശ്രൂഷ ചെയ്യുന്ന വേലകളിൽ നിന്ന് ദൈവജനത്തെ, ഹല്ലേലൂയ, അവരുടെ മേൽ വാഴുന്നതായ സകല പോരാട്ടങ്ങളിൽ നിന്നും ജയം കൊടുത്തുകൊണ്ട് അവരെ എത്തിക്കേണ്ടിയ ഇടത്തേക്ക് എത്തിപ്പാനാണ് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ വിളിച്ചിരിക്കുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിരിക്കുന്നത്. അഭിഷേകം ആവർത്തിച്ചിട്ടുള്ള ആ ദൈവികമായ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോഴാണ് സിയോനെ കുറിച്ചിട്ടുള്ള ദർശനവും ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മഹത്വത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. ആരംഭം അല്പമായിരുന്നു, പക്ഷേ അന്തിമമോ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലേക്ക് ദൈവം വന്നു. ദാവീദ് ഒരു രാജാസിംഹാസനത്തിൽ വന്നു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കേണ്ടിയ ഇടത്ത് ആ ദർശനം അവൻ എന്ത് ചെയ്തു? ഉണ്ടാവുകയും അതിനെതിരെയുള്ള സകല പോരാട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ പെട്ടകത്തെ എത്തിക്കേണ്ടിയ സ്ഥലത്ത് എന്ത് ചെയ്തു? എത്തിച്ചു. ഇന്ന് പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു. ഒരു ശുശ്രൂഷയിൽ, ഒരു സഭയിലായിരിക്കുമ്പോൾ ഈ പെട്ടകം, നമ്മളാകുന്ന മന്ദിരം എത്തേണ്ടിയ ഇടത്തെന്ത് ചെയ്യണം? എത്തണം. പെട്ടകം എത്തേണ്ടിയ ഇടത്തെന്ത് ചെയ്യണം? എത്തണം. നിങ്ങളുടെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിങ്ങളുടെ അന്ത്യസ്ഥിതി അതിമഹത്തായി തീരേണ്ടുന്നതിന് അഭിഷേകം വളരെ പ്രാധാന്യമാണ്. എളിമത്വമുള്ള ഒരു അനുഭവം വളരെ പ്രാധാന്യമാണ്. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. ആ എളിമപ്പെടുന്ന അനുഭവത്തിൽ ഇരിക്കുന്ന ദൈവമക്കളിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകം ദൈവത്തിൻ്റെ സിയോനിൽ എത്തിക്കുവാൻ തക്കവണ്ണം ആ ശുശ്രൂഷകൾക്കിടയായി തീരും. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, മന്ദിരത്തെ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടതായി, അലങ്കരിക്കപ്പെട്ടതായി, വിശുദ്ധി പ്രാപിച്ചതായി ദൈവസന്നിധിയിൽ എടുക്കപ്പെടുന്ന ഒരു പെട്ടകത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അത് മണവാട്ടി സഭയാണ്. മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ട മണവാട്ടി സഭയാണ്. ഗ്ലോറി ടു ഗോഡ്. കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പുറകിൽ പരക്കം പായുന്ന വിശ്വാസികൾ കൈവിടപ്പെട്ടു പോകും. പെട്ടകത്തിൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടേണ്ടുന്നതിന് ജീവിതത്തെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായി തീരും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശൗലിൻ്റെ ജീവിതം, ദാവീദിൻ്റെ ജീവിതം എങ്ങനെയാണ്? ശൗലിൻ്റെ ജീവിതത്തെ നോക്കുമ്പോഴോ ആരംഭമൊക്കെ വളരെ നന്നായിരുന്നു, സ്തോത്രം. എന്നാൽ ദൈവത്തെ അവൻ എന്ത് ചെയ്തില്ല? അനുസരിക്കാതെ പോയി. ദാവീദ് ദൈവത്തെ എന്ത് ചെയ്തിരുന്നു? അനുസരിച്ചിരുന്നു. ശൗൽ എന്ത് ചെയ്തില്ല? ദൈവത്തെ അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ ആലോചനകൾ അവൻ എന്ത് ചെയ്തില്ല? അവൻ കേട്ടില്ല. പകരം വെളിച്ചപ്പാടത്തിയുടെ ശബ്ദം കേൾക്കാൻ അവൻ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. ഇന്നത്തെ തലമുറയിൽ നോക്കുമ്പോഴും സത്യസുവിശേഷത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുന്ന കാലം വരുമെന്ന് പറയുന്നത്, സത്യവചനം രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ ഭോഷ്കിൻ്റെ ആത്മാവിനെ കേൾക്കുവാൻ തക്കവണ്ണം അങ്ങനെയുള്ള ആരാധനകളിലേക്ക് എത്തിച്ചേരുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു വിശ്വാസ സമൂഹത്തെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു? കാണുകയാണ്. അത് ശൗലിന് പറ്റിയ അബദ്ധം പോലെ എന്ത് ചെയ്യും? ദൈവം അവനെ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ്റെ രാജത്വം എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ശൗലിൽ നിന്ന് ദാവീദിലേക്ക് ദൈവം എന്ത് ചെയ്യുന്നു? പകർന്നു കൊടുക്കുകയാണ്. ശൗലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മപകർച്ച ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറ്റപ്പെട്ടപ്പോഴോ ദുരാത്മാവ് കയറി. പിന്നെ ദാവീദ് കിന്നരം വായിക്കുമ്പോൾ മാത്രമാണ് ശൗലിൻ്റെ മേലുള്ള ദുരാത്മാവ് എന്ത് ചെയ്യുന്നത്? ഒഴിഞ്ഞു മാറുന്നത്.
കിന്നരം വായന എപ്പോ നിർത്തുന്നുവോ ദുരാത്മാവ് കയറും. ഒത്തിരി ആൾക്കാരുടെ വലിയൊരു പ്രശ്നമാണ്, ആരാധന വെളിപ്പെടുമ്പോൾ ദുരാത്മാവ് മാറും, ആരാധന നിൽക്കുമ്പോൾ വീണ്ടും ദുരാത്മാവ് കയറും. ശൗലിന്റെ മേലിരുന്ന ആത്മാവാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ എന്ത് ചെയ്യരുത്, ശൗലിനെ തള്ളിക്കളഞ്ഞതുപോലെ എന്നെ തള്ളിക്കളയരുത്. എൻ്റെ ഉള്ളിൽ നിന്ന് നിന്റെ ആത്മാവിനെ എന്ത് ചെയ്യരുത്, എടുക്കരുത്. എടുത്താലുള്ള സ്ഥിതി എന്താണെന്ന് ദാവീദ് എന്ത് ചെയ്തിരുന്നു, ശൗലിൽ കണ്ടു. ഗ്ലോറി ടു ഗോഡ്. ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിരുന്നു, താൻ മനസ്സിലാക്കിയത് കൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും അനുതപിക്കുന്നവനായിരുന്നു ദാവീദ്. ഗ്ലോറി. താഴ്മപ്പെടുന്നവനായിരുന്നു ദാവീദ്. ദൈവവചനത്തിൽ നമ്മൾ 1 ദിനവൃത്താന്ത പുസ്തകം 10-ാമത്തെ അധ്യായം 13-14 വാക്യം, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. ആരംഭം അതിമനോഹരമായിരുന്നു, അവസാനമോ അവൻ ചെയ്ത കാര്യം എന്തായിരുന്നു, താൻ ചെയ്ത അതിക്രമം എന്തായിരുന്നു? യഹോവയുടെ വചനം ശമൂവേൽ പ്രവാചകൻ അരുളി ചെയ്തതിനെ മുഖവിലയ്ക്ക് പോലും എന്ത് ചെയ്തില്ല, എടുത്തില്ല. ദൈവത്തിൻ്റെ ജീവന്റെ വചനം ദൈവം വെളിപ്പെടുത്തുമ്പോൾ മുഖവിലയ്ക്ക് പോലും എടുക്കാതെ തട്ടിക്കളയുന്നവർ അറിയുന്നില്ല അവരെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവം നീക്കിക്കളയുമെന്നുള്ളത്. വചനത്തെ ലാഘവത്തോടു കൂടി എന്ത് ചെയ്യരുത്, കേൾക്കരുത്, കാണരുത്. ദൈവസന്നിധിയിൽ ലാഘവത്തോടു കൂടി ഇരിക്കരുത്. കാരണം ദൈവം എന്ത് ചെയ്യും, ദൈവസന്നിധിയിൽ നിന്ന് നീക്കിക്കളയും. ഭയപ്പെടുക ദൈവത്തെ. ഹല്ലേലൂയ. ഇവിടെ വചനം പ്രമാണിക്കുകയാലും പകരം എന്ത് ചെയ്തു, ശമൂവേലിന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിക്ക് വിധേയപ്പെട്ടു കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ശൗലിന്റെ താല്പര്യം എന്തായിരുന്നു, വെളിച്ചപ്പാട് എന്ത് ചെയ്യണം, കേൾക്കണം. ഇന്ന് ഒത്തിരി ആൾക്കാർക്ക് എന്ത് കേട്ടിയാൽ മതി, വെളിച്ചപ്പാടിന്റെ ശബ്ദം എന്ത് ചെയ്താൽ മതി, ആവശ്യം അങ്ങോട്ട് ഓടുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ആളെ കൂട്ടാനായിട്ട് വേറെ ഒരു കാര്യം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാന്തം പോലെ എന്ത് ചെയ്യും, അതങ്ങ് പൊക്കോളും ജനം. അങ്ങനെ വെളിച്ചപ്പാടത്തിയുടെ അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ സ്പിരിച്വൽ ഡെത്ത് ഉണ്ടാകും, 2ാം മരണത്തിൽ ദോഷമുണ്ടാകും. ദൈവവചനത്തിന് മാത്രമേ അന്ത്യസ്ഥിതി അതിമഹത്താക്കി തീർക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ശൗലിന് സംഭവിച്ച കാര്യം എന്ത് ചെയ്യും, സംഭവിക്കും. ആരാധനയിൽ ശൗലിന് വിടുതൽ ഉണ്ടായിട്ടുണ്ടോ? വിടുതലുണ്ടായി. പക്ഷെ വീണ്ടും എന്ത് ചെയ്തു, ബന്ധിച്ചു. വീണ്ടും ആരാധിക്കുമ്പോൾ വിടുതലുണ്ടാവും, വീണ്ടും ബന്ധിക്കും. മനസ്സിലാകുന്നുണ്ടോ? അന്തിമമായിട്ട് അവന്റെ മരണം അറിയാമല്ലോ. ഹല്ലേലൂയ. ഏറ്റവും പരിതാപകരമായ ഒരനുഭവത്തിലാണ് ശൗൽ എന്ത് ചെയ്യുന്നത്, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഹല്ലേലൂയ. ദാവീദോ, ഭക്തനായ ദാവീദോ, ദൈവത്തെ ആരാധിക്കേണ്ടുന്നതിന് വേണ്ടി, ദൈവത്തിനൊരു ആലയം പണിയേണ്ടുന്നതിന് വേണ്ടി അവന്റെ ഹൃദയത്തിലെ താല്പര്യപ്രകാരം ആലയപ്പണിക്കുള്ള സകല കാര്യങ്ങളും ഒരുക്കി വെച്ചു. അവൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു, ചേർക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആരംഭത്തേക്കാൾ അവസാനം നല്ല. നമ്മളും യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. ആരംഭത്തേക്കാൾ ലോകമഹിമയുടെ മഹത്വം വെളിപ്പെടുത്താനാണോ, അതോ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനാണോ? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. 14-ാമത്തെ വാക്യം വരുമ്പോൾ, അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ അവൻ അവനെ കൊന്നു. എന്തോ ഒരു ദുരന്തമാണ് ആ വാക്ക്. ദൈവത്തോട് ആലോചന ചോദിച്ചില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്തു എന്നാണ് ശൗലിനെ. ആരാ അവിടെ കൊന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവം. രാജത്വം എന്ത് ചെയ്തു? ഇശ്ശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ജാഗ്രതയോടുകൂടി എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഹല്ലേലൂയ. ജാഗ്രതയോടുകൂടി ദൈവത്തെ അന്വേഷിക്കണം. ശ്രദ്ധയോടുകൂടി നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. 106-ാം സങ്കീർത്തനത്തിൽ 43-ാമത്തെ വാക്യം വരുമ്പോൾ, പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു, എങ്കിലും അവർ തങ്ങളുടെ
ആലോചനയാൽ അവനോട് മത്സരിച്ചു, തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. അന്ത്യസ്ഥിതി അതിമഹത്താകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ദൈവവചനത്തെ ശ്രദ്ധയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കുക എന്നുള്ളത്. ഹൃദയപൂർവ്വം ദൈവത്തെ എന്ത് ചെയ്യണം? അന്വേഷിക്കുക എന്നുള്ളത്. നിയമപ്രകാരം ദൈവത്തെ എന്ത് ചെയ്യണം? അന്വേഷിക്കുക എന്നുള്ളത്. ഷോർട്ട് കട്ട് എന്ത് ചെയ്യരുത്? പോകരുത്. വെളിച്ചപ്പാടത്തിലൂടെ ആലോചന എന്ത് ചെയ്യരുത്? ആലോചന ആരാണ് പറയുന്നത്? ദൈവാത്മാവാണോ വചനത്തിലൂടെയാണോ സംസാരിക്കുന്നതെന്ന് കേട്ടിട്ട് വിവേചനത്തിലൂടെ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ദൈവാലോചന എന്ത് ചെയ്യാൻ? കേൾക്കേണ്ടിയതും ഏറ്റെടുക്കേണ്ടിയതും അതിന് ഉത്സാഹം എന്ത് ചെയ്യേണ്ടിയതും കാണിക്കേണ്ടിയും. അല്ല, വെളിച്ചപ്പാടിൻ്റെ അനുഭവമാണെങ്കിൽ എന്ത് ചെയ്യും? അന്ത്യസ്ഥിതി മോശമാകും. ഇവിടെ നമ്മൾ 106 സങ്കീർത്തനം 43 വാക്യത്തിൽ അവിടെ പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, പലപ്പോഴും നമ്മുടെ ജീവിതത്തെയും ദൈവം എന്ത് ചെയ്യുന്നു? പല ആവർത്തി ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം വിടുവിക്കുന്നു. ആ വിടുതലുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളവരാണ്? അറിഞ്ഞിട്ടുള്ളവരാണ്. എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. ദൈവത്തോട് മത്സരിക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യം എന്ത് ചെയ്യണ്ട. സ്വന്തം ആലോചന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മത്സരമാണ്. മനസ്സിലാകുന്നുണ്ടോ? വെളിച്ചപ്പാടത്തിയുടെ ആലോചന തന്നെ വേണമെന്നൊന്നും ഇല്ല. സ്വന്തം ആലോചനയെ നമുക്ക് എന്തായി മാറും? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആലോചന ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ എന്ന് ദിനം പ്രതി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അവന്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശം. വചനത്തിന്റെ വെളിച്ചത്തിലൂടെയാണ് സിയോനിലേക്കുള്ള യാത്രയുടെ വഴി തിരിച്ചറിയാനുള്ളത്. ഗ്ലോറി ടു ഗോഡ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അല്ല, ദൈവത്തിന് വഴി വെട്ടിക്കൊടുത്തിട്ട് എൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്ന് പറയുക എന്നല്ല. സിയോനിലേക്ക് എത്തിച്ചേരുന്ന അന്ത്യസ്ഥിതി അതിമഹത്തായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പ്രസക്തിയുണ്ട്. സ്വന്തം ആലോചന ഇവിടെ പറയുന്നു, തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. ദൈവത്തോട് അങ്ങോട്ട് പറയുകയാണ്, അങ്ങനെയല്ല കർത്താവേ, ഇങ്ങനെയാണ്. കർത്താവ് ചെയ്യുന്ന കാര്യം ഇങ്ങനെയല്ല കർത്താവേ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്ന് എന്ന് പറഞ്ഞ് ആലോചന ആരോടത്ത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി? ദൈവത്തോട് തിരിഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, സ്വന്തം ആലോചന ദൈവത്തോട് എന്ത് ചെയ്യുന്നു? മത്സരിച്ചു. ശമൂവേലിന്റെ വചനം എന്ത് ചെയ്തു? എന്ത് ചെയ്തു? മത്സരിച്ചിട്ട് വെളിച്ചപ്പാടത്തിന്റെ ശബ്ദം എന്ത് ചെയ്തു? കേട്ടു. ഇവിടെ ഇപ്പോ ശമൂവേൽ പ്രവാചകന്റെ ശബ്ദവും കേൾക്കണമെന്നില്ല, വെളിച്ചപ്പാടത്തിയുടെ ശബ്ദവും കേൾക്കുന്നില്ലെങ്കിലും സ്വന്തം ആലോചന നിനക്ക് ട്രാപ്പാവും. മനസ്സിലായോ? സ്വന്തം ആലോചന ദൈവത്തോട് എന്ത് ചെയ്തു? മത്സരിച്ച് തങ്ങളുടെ അകൃത്യം നിമിത്തം. ഇവിടെ പറയുന്ന പ്രത്യേകിച്ച് ഒരു അകൃത്യം ചെയ്യണമെന്നൊന്നും ഇല്ല, വേറെ ഒരു അകൃത്യവും ചെയ്യണമെന്നില്ല. എന്തായിരുന്നു അകൃത്യം? സ്വന്തം ആലോചന എന്ന് പറയുന്നതാണ് അകൃത്യം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒറ്റ ചെറിയ പദമാണ്. യേശു പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ഏറ്റവും ഘനമേറിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ മാനവകുലത്തിന്റെ സകല പാപവും കർത്താവിൻ്റെ മേൽ എന്ത് ചെയ്തു? ചുമത്തപ്പെടുന്നു. ഞാൻ രക്ഷ പ്രാപിക്കേണ്ടുന്നതിന് യേശു മരിക്കണമെന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ രക്ഷ പ്രാപിക്കേണ്ടുന്നതിന് യേശു മരിക്കാതെ മറ്റൊരു മാർഗം ഇല്ല എന്നുള്ളത് പിതാവിന് അറിയാം, യേശുവിനും അതറിയാം. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിലും എന്നെ രക്ഷിക്കേണ്ടുന്നതിന്, നമ്മെ രക്ഷിക്കേണ്ടുന്നതിന്, ലോകത്തിൻ്റെ ജനതയെ രക്ഷിക്കേണ്ടുന്നതിന് ഇതല്ലാതെ മറ്റു മാർഗമില്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ സകല ജനത്തിൻ്റെയും പാപം യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ രക്തം വേർപ്പായി പുറത്തു വന്നു. ഗ്ലോറി ടു ഗോഡ്. ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന. ഗ്ലോറി ടു ഗോഡ്. കണ്ണീര് ചാടിയെന്നല്ല, രക്തം പുറത്തു വന്ന പ്രാർത്ഥന. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം.
ഹല്ലേലൂയ. എന്നെ രക്ഷിക്കേണ്ടുന്നതിന് പിതാവാം ദൈവത്തിന് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ എന്നെ രക്ഷിപ്പാൻ മറ്റു മാർഗം ഇല്ല. അതെന്തായിരുന്നു? ഞാൻ ജീവിക്കേണ്ടുന്നതിന് ക്രിസ്തു മരിക്കണമെന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടത്തിൽ ഞാൻ മരിക്കണമെങ്കിൽ ഞാൻ അതിന് എൻ്റെ ഇഷ്ടമായിട്ടല്ല, അത് നിന്റെ ഇഷ്ടമായിട്ട് എന്ത് ചെയ്യുന്നു? ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിച്ചു കൊടുത്തതിലൂടെയാണ് ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം ആലോചന എന്ന് പറയുന്നത് ആണ് എന്ത് ഇവിടെ പറയുന്ന അകൃത്യം. ആ അകൃത്യ നിമിത്തം എന്ത് ചെയ്തു? അധോഗതി പ്രാപിച്ചു. കർത്താവേ, ഞങ്ങൾ അധോഗതി പ്രാപിപ്പാനല്ല ദൈവസന്നിധിയിൽ വരുന്നത്, നിന്റെ ആലോചനയുടെ ശബ്ദം കേൾക്കുവാൻ. ശൗലിന് വന്നതുപോലുള്ളൊരു അധോഗതിയും അന്ത്യസ്ഥിതി മോശമായി തീരാനും അല്ല കർത്താവേ ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ അന്ത്യസ്ഥിതി അതിമഹത്തായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉള്ള ഇടം നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. കണ്ടോ, അന്വേഷണവും ചിന്തയും ആലോചന വളരെ പ്രധാനമാണ്. അതാണ് ആ വാക്യം, കൊലോഷ്യൻസ് 3:1-2 വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ആ എങ്കിൽ എന്ന് പറയുന്ന പദം പ്രസക്തിയുള്ളത്. ഇല്ലെങ്കിലോ ഉയരത്തിലുള്ള അന്വേഷിക്കാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. വലതുഭാഗത്ത് ഉള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റത്തില്ല. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആ തുടിപ്പെന്ത് ചെയ്യും? ഉണ്ടാകും. ജീവന്റെ തുടിപ്പുണ്ടാകും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ തേജസ്കരണം, ശരീരത്തിന്റെ പുനരുദ്ധാനം പ്രാപിക്കേണ്ടുന്നതിനുള്ള ഞരക്കം നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അത് പരിശുദ്ധാത്മാവിന്റെ അച്ചാരമാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ബലാത്കാരം ചെയ്യാതെ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഗ്ലോറി ടു. ഇന്ന് ആൾക്കാർ ബലാത്കാരം ചെയ്യുന്ന എന്ത് കാര്യമാണ്? ഭൂമിയിലുള്ള ഭൗമികമായ അനുഗ്രഹങ്ങൾ. അതാര് പിടിച്ചു വെച്ചിരിക്കുകയാണ്? യഥാർത്ഥത്തിൽ ഇശാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതവൻ തരാൻ വേണ്ടി ഇരിക്കുവാണ്. എന്നാലും അവൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്? യേശുവിൻ്റെ നാമം പറഞ്ഞിട്ട് ഇങ്ങോട്ടിടുന്നു പറയുക. അവൻ തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ഇങ്ങോട്ടിടുന്നു, യേശുവിൻ്റെ നാമം പറഞ്ഞ് ഇങ്ങോട്ട് എടുക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ തന്ന് കൊല്ലാനാണ് എന്ത് ചെയ്യണം? നടക്കുന്നത്. സൂക്ഷിക്കുക. ഭക്തി നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളും എന്ത് ചെയ്യരുത്, നമുക്ക് വേണ്ട. ഭക്തി നഷ്ടപ്പെട്ടു പോകുന്നു എന്നറിയുമ്പോൾ ഓർത്തോണം, ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയം ആയി. ഭക്തിയെ കയറി തൊടുന്ന അനുഗ്രഹങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഞങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ. അത് നിരസിക്കാൻ എന്ത് ചെയ്യണം? അതാണ് വചനത്തിൽ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ടിരിക്കുന്നു. എന്ത് കാര്യം തൊടുമ്പോഴും നിന്റെ ഭക്തിയും നിന്റെ നിത്യജീവനും നഷ്ടപ്പെടുന്നതാണെങ്കിൽ എന്ത് ചെയ്യരുത്, തുടരുത്. ഹല്ലേലൂയ. എങ്കിൽ ജീവൻ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. എവിടെ നഷ്ടപ്പെടും? ആദ്യം ഉള്ളിൽ. ദൈവരാജ്യം എവിടെയുണ്ട്? നിങ്ങളിലിരിക്കുന്നു, നിങ്ങളുടെ ഇടയിലുണ്ട്. സ്വർഗത്തിന്റെ സന്തോഷം എവിടെയുണ്ട്? നിങ്ങൾക്ക് ഭൂമിയിൽ അനുഭവിക്കാം. വരാനുള്ള ലോകത്തിന്റെ ശക്തി നിങ്ങൾക്ക് ഭൂമിയിൽ എന്ത് ചെയ്യാം? അനുഭവിക്കാം. നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കഴിയും. ഇവിടെ അനുഭവിക്കാത്തവൻ അവിടെ പോയി അനുഭവിക്കാതിരിക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ പോകാതിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം അനുഭവിക്കുക, ഇവിടെ സന്തോഷിക്കുക. ഇവിടുത്തെ ദൈവരാജ്യത്തിനകത്തുള്ള സന്തോഷം എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ അനുഭവിക്കാത്തവനാണ് പറയുന്നത് ഞാൻ എങ്ങോട്ട് പോകാൻ പോവാണ്. സോറി, ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഈ പറഞ്ഞതുപോലെ ഒരു സന്തോഷമില്ല. ആകപ്പാടെ എന്താ, കണ്ണീരും കരച്ചിലും പൈതാഹമായിട്ട് എന്ത് ചെയ്യുന്നു. ക്രിസ്തുവിൽ എപ്പോഴും എന്ത് ചെയ്യും? സന്തോഷിപ്പിൻ. പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ സന്തോഷിച്ചില്ലേ? ക്രിസ്തുവിൽ സന്തോഷിപ്പിനെന്ന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ രണ്ട് കൈയും കാലാമത്തിലിട്ട് പൂട്ടിയിട്ട് കൈ വിലങ്ങുകൾ കിടക്കുമ്പോഴാണ് ആ ചങ്ങലക്കിട്ട് കൈ കൊണ്ടിട്ടാണ് എഴുതുന്നത്. ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ. കാരാഗ്രഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും?
സ്വർഗ സന്തോഷം അനുഭവിക്കാൻ കഴിയും. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ, നിങ്ങൾക്ക് ആ ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയും. ദൈവരാജ്യത്തിനകത്ത് ആരുണ്ട്? ദൈവമുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ സന്തോഷിച്ചൂടെയോ? ദൈവരാജ്യത്തിനകത്ത് ആരില്ല? സാത്താനില്ല. സാത്താൻ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ദുഃഖം? സാത്താൻ ഇല്ലാത്ത രാജ്യത്തിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ സന്തോഷിക്കാത്തവൻ ദൈവസന്നിധിയിൽ നിത്യതയിൽ സന്തോഷിക്കാന്നാണ് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സന്തോഷം. അപ്പോൾ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് എന്ത് ചെയ്യും? അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും. ഗ്ലോറി ടു ഗോഡ്. യെരമ്യാവ് 29:13 വാക്യത്തിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കും. രണ്ടാമത് പറയുന്നതാണ്, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ അന്വേഷിക്കും എന്നിട്ട് അവളെ കൊണ്ട് നിർത്തരുത്. രണ്ടാമത്തെ തലത്തിലോട്ട് എന്ത് ചെയ്യണം? വരണം. എങ്ങനെ വരണം? പൂർണ്ണ ഹൃദയത്തോടെ, അതായത് പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി ദൈവത്തെ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഹൃദയപൂർവം നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ കണ്ടെത്തും. ഗ്ലോറി ടു ഗോഡ്. അന്ത്യസ്ഥിതി, കർത്താവിൻ്റെ മഹത്വം നമ്മൾ മധ്യാകാശത്തിൽ കാണും. നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവൻ്റെ വരവിൽ നമ്മൾ അവനായിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിനെ കാണും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായി തീരും. കർത്താവ് മറുവമലയിൽ തേജസ്കരിക്കപ്പെട്ടതുപോലെ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ മധ്യാകാശത്തിലെ പ്രത്യക്ഷതയിൽ തേജസ്കരിക്കപ്പെടും. അതല്ല, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെട്ടുവെങ്കിലോ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അല്ലെ, കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നിന്റെ പൂർവസ്ഥിതി, ഈ ഭൂമിയിലെ പൂർവസ്ഥിതി അല്പമായി, അന്ത്യസ്ഥിതി അതിമഹത്തായി തീരും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാർ ആദ്യജാതനാകേണ്ടുന്നതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ മുന്നമേ നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിലാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തെ എല്ലാവരും എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല. വാക്യം ശ്രദ്ധിച്ചോണം. ദൈവം സ്നേഹിക്കുന്നവർക്കെന്നല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർ. നിർണയപ്രകാരം വിളിക്കപ്പെട്ട, നിർണയപ്രകാരം ആര് വിളിച്ചത്? ദൈവം. എന്താണ് നിർണയം? തൻ്റെ പുത്രൻ, ആ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം എന്ത് ചെയ്തു? വിളിച്ചു. ആ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകല വിഷയങ്ങളും തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന സകല കഷ്ടങ്ങളും, സകല പോരാട്ടങ്ങളും, സകല പരിശോധനകളും, സകല പരീക്ഷകളും. തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടുന്നതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം മുന്നമേ നിർണയിച്ചു. ആ മുന്നമേ നിർണയിച്ചവരുടെ ജീവിതത്തിൽ പൂർവകാലത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സകലതും നന്മയാക്കി ദൈവം എന്തിയിരിക്കുന്നു? തീർത്തിരിക്കുന്നു. തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാനുള്ള കഷ്ടതകളും പരിശോധനകളും നിന്ദകളും ദുഷികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തുള്ളൂ? അനുവദിച്ചുള്ളൂ. അതെല്ലാം നമ്മൾ തേജസ്കരിക്കപ്പെടുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുന്നു? കാരണമാക്കി തീർക്കുന്നു. അതാണ് ആ വചനത്തിൻ്റെ മർമ്മം. ഗ്ലോറി ടു ഗോഡ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച സകല കാര്യങ്ങളിലൂടെയും ഞങ്ങൾക്ക് ഇത്രത്തോളം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അടുത്തു വരുവാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ. ഇനിയും അടുത്തു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊന്നും ദോഷത്തിനല്ല, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് വീണ്ടും കൂടുതൽ അനുരൂപമാകുവാനാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യുന്നത്?
ഈ അല്പകാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, അതെല്ലാം തേജസ്സിൻ്റെ നിത്യഘനം ചൂടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്ക് ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവെ, സകലതും നന്മയാക്കി തീർക്കുന്ന ദൈവസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തുന്നു. ഞങ്ങളുടെ പൂർവ്വസ്ഥിതി അല്പമായി കണ്ടുകൊണ്ട്, ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടം അല്പമായി കണ്ടുകൊണ്ട്, തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങളുടെ അന്ത്യസ്ഥിതി അതിമഹത്തായി തീരുവാൻ, യേശുക്രിസ്തുവിലൂടെ അതിമഹത്തായി തീരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഘനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.